രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാം ലൈംഗിക പീഡന പരാതിയിൽ പരാതിക്കാരുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് വീഡിയോ കോൺഫറൻസ് വഴി മൊഴി രേഖപ്പെടുത്തിയത്. വിദേശത്തുള്ള യുവതി ഇന്ത്യൻ എംബസിയിലെത്തിയാണ് വീഡിയോ കോൺഫറൻസിലൂടെ മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകിയത്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, വളരെ സുപ്രധാനമാണല്ലോ ഈ നീക്കം. മൂന്നാം പരാതി അത് വളരെ ഗൗരവമുള്ള പരാതി തന്നെയാണ്. എന്തായാലും വിദേശത്തുള്ള യുവതി വീഡിയോ കോൺഫറൻസ് വഴി പരാതി നൽകിയെങ്കിൽ രാഹുലിനെതിരെ വലിയ കുരുക്ക് ഈ കേസിൽ ഉണ്ടാകുമെന്ന് തന്നെ കരുതണോ? വിദേശത്ത് സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ഒരു മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ പരാതിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിന്ന് അതീവ രഹസ്യമായി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡിലാകുകയും 18 ദിവസത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന് ജയിലിൽ കഴിയുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ടായത്. പിന്നീടാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത്. എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ആദ്യ പരാതിയിലടക്കം മുൻകൂർ ജാമ്യം അനുവദിച്ചതിൻ്റെ ആശ്വാസത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനിടയിലാണ് ഇപ്പോൾ ഈ മൂന്നാമത്തെ കേസിലെ പരാതിക്കാരി തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് വീഡിയോ കോൺഫറൻസിലൂടെ 164 സ്റ്റേറ്റ്മെൻറ്റ് അഥവാ രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. ഇതോടെ ഈ പരാതിക്ക് നിയമസാധുത കൈവന്നിരിക്കുകയാണ്. ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ആദ്യം പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ രഹസ്യമൊഴിയിലും അവർ ആവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് നമുക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും കേസിൻ്റെ തുടർ നീക്കങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘം മുമ്പോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആദ്യ കേസിലെ അതിജീവിതയും രഹസ്യമൊഴി നൽകിയിരുന്നു. എന്നാൽ മറ്റ് 2 കേസുകളിൽ രഹസ്യമൊഴി നൽകാൻ കൂടുതൽ സമയം വേണമെന്ന ആവശ്യം പരാതിക്കാർ മജിസ്ട്രേറ്റിനെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തോടും അവർ അതുതന്നെയാണ് വ്യക്തമാക്കിയത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് ഈ വിദേശത്തുള്ള ഇന്ത്യൻ എംബസിയിലെത്തി വീഡിയോ കോൺഫറൻസിംഗ് മുഖേന ഈ യുവതി ഇപ്പോൾ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. വരുന്ന 16-ാം തീയതി മുതൽ 3 ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകാനിരിക്കെയാണ് ഇപ്പോൾ ഈ മൂന്നാമത്തെ കേസിലെ പരാതിക്കാരി കൂടി രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും വളരെ സുപ്രധാനമായ നീക്കമാണ് ഇതിൽ സംഭവിക്കുന്നത്. രഹസ്യമൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു പോലീസ് എന്നതാണ് സാഹചര്യം. ഇത് കേസിനെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കുമെന്നതാണ് സാഹചര്യം. എന്തായാലും ഇതിൻ്റെ തുടർ നീക്കങ്ങൾ അത്തരത്തിൽ കൂടി ഉണ്ടാവാം. എന്തായാലും മൂന്നാമത്തെ പരാതിയിലാണ് പെൺകുട്ടി രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. മജിസ്ട്രേറ്റിന് നൽകുന്ന ഈ രഹസ്യമൊഴിക്ക് നിയമപരമായ ഏറെ സാധ്യതകൾ കൂടി ഉണ്ട്. സ്വാഭാവികമായ ഒരു നീക്കം കൂടി ഉണ്ടാവും. ഡാൻ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ജാമ്യത്തുള്ള രാഹുലിന് മേൽ അന്വേഷണ സംഘത്തിൻ്റെ തുടർ നീക്കങ്ങൾ കൂടി ഉണ്ടാകുമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആദ്യ പരാതിയിൽ ജാമ്യം കിട്ടുമ്പോൾ രാഹുലിന് പറഞ്ഞത് 3 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്യലിന് ഹാജരാവണം, അത് കസ്റ്റഡി ആയി പരിഗണിക്കും എന്നതുകൂടിയാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ മൂന്നാമത്തെ പരാതിയിലെ തുടർ നീക്കങ്ങൾ എങ്ങനെയാവും? അന്വേഷണ സംഘം എങ്ങനെയായിരിക്കും ഈ കേസിനെ തുടർന്ന് ഫ്രെയിം ചെയ്യുക? അതായത് ഇതൊരു ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു. പരസ്പര സമ്മതത്തോടെയാണ് തങ്ങൾ തമ്മിൽ അത്തരത്തിലൊരു ഇൻറ്റിമസി ഉണ്ടായിരിക്കുന്നത്, അടുത്തിടപഴകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഒരു ഗൂഢാലോചനയുടെ ഫലമായി രാഷ്ട്രീയമായി തന്നെ ഇല്ലാതാക്കുക എന്നൊരു നീക്കത്തോടെയാണ് ഇങ്ങനെ പരാതിയുമായി ഈ ഘട്ടത്തിൽ ഇവർ മുമ്പോട്ട് വന്നിരിക്കുന്നത് എന്നൊരു ആക്ഷേപമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. അത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുമ്പിലും രാഹുൽ വ്യക്തമാക്കിയത്. എന്തായാലും 16-ാം തീയതി അന്വേഷണ സംഘത്തിന് മുമ്പിൽ ആദ്യ കേസുമായി ബന്ധപ്പെട്ടാകും ചോദ്യം ചെയ്യലിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകുക. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് SIT ഈ 3 കേസുകളിലും ഒരു സമാന സ്വഭാവമുണ്ട് എന്ന കണ്ടെത്തലിലാണ്. അതുകൊണ്ട് തന്നെ ഈ 3 കേസുകളും ഒരുപോലെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ ചോദ്യം ചെയ്യലടക്കം നടക്കുക. ഒരു കേസായി മാറ്റി നിർത്താതെ വെവ്വേറെയായി പരിശോധിക്കാതെ ഇത് 3നും ഒരു സമാന സ്വഭാവം ഉള്ളതിനാൽ ഒരു സമാന ക്രിമിനൽ പശ്ചാത്തലം ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ 3 കേസുകളെയും ഒരുപോലെ തന്നെ കാണാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ളൊരു നീക്കങ്ങളിലേക്ക് അവർ കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവരുടെ കൈവശമുള്ള പരമാവധി ഡിജിറ്റൽ തെളിവുകളടക്കം അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഈ യുവതിയും
ഗർഭം അലസിപ്പിച്ചു എന്നുള്ള വിവരമാണ് പരാതിയിൽ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ കൂടി ഇവർ കൈമാറും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഇതെല്ലാം അടിസ്ഥാനമാക്കിയായിരിക്കും ഈ ചോദ്യം ചെയ്യൽ നടക്കുക. കസ്റ്റഡിക്ക് സമാനമായ ചോദ്യം ചെയ്യലാകും. ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പിന്നീട് വിട്ടയക്കണം എന്ന കാര്യമാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വിധിപ്പകർപ്പിൽ പ്രസ്താവിച്ചത്. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ നീളുന്ന ചോദ്യം ചെയ്യലായിരിക്കും 16-ാം തീയതിയും 17-ാം തീയതിയും 18-ാം തീയതിയും നടക്കുക. AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ തന്നെയാകും ഈ ചോദ്യം ചെയ്യൽ. അതിന് മുന്നോടിയായിട്ട് ഈ രഹസ്യമൊഴി, മൂന്നാമത്തെ കേസിലെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞത് അന്വേഷണ സംഘത്തിന് അതിനൊരു പരാതിക്ക് നിയമസാധുത കൈവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതൊരു വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു. ഇത് കെട്ടിച്ചമച്ച കേസാണ്. പോലീസിന്റെ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നത്. പരാതിക്കാരി നേരിട്ട് ഹാജരായില്ല എന്ന തരത്തിൽ നിയമവിദഗ്ധർ പലതരത്തിൽ ഈ കേസിനെ നോക്കിക്കണ്ടിരുന്നു. അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ അവർ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. കാരണം ഇങ്ങനെയൊരു പരാതിക്കാരി ഉണ്ടോ? കാരണം അവർ ഇങ്ങനെയൊരു പരാതി ഇമെയിലായി അയക്കുകയല്ലേ ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഇത് ആരാണ്, ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന കാര്യങ്ങളൊക്കെ ഒരു സംശയമായി പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ തന്നെ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയിലാണ് അന്വേഷണ സംഘത്തിന് വീഡിയോ കോൺഫറൻസിലൂടെ തന്നെ ഇവർ രഹസ്യമൊഴി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു തുടക്കത്തിലുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തത്. പക്ഷേ ആ പരാതിക്ക് നിയമസാധുത കൈവന്നിരിക്കുന്നത് ഇപ്പോൾ ഈ രഹസ്യമൊഴി നൽകിയ പശ്ചാത്തലത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഏത് തരത്തിലാകും അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും 16-ാം തീയതി നടക്കുന്ന ചോദ്യം ചെയ്യലിൽ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഇതിനോടകം ശേഖരിച്ചിരിക്കുന്ന തെളിവുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് രാഹുൽ മങ്കൂട്ടത്തിലെ ഫോൺ കൂടി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം കിടക്കുക. ഫോണിൻ്റെ പാസ്വേഡ് ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാതിരുന്ന രാഹുൽ അടുത്ത ദിവസത്തെ ചോദ്യം ചെയ്യലിൽ ഈ ചോദ്യാവലി തയ്യാറാക്കിയുള്ള ചോദ്യം ചെയ്യലിൽ കൃത്യമായ ഉത്തരങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യങ്ങൾക്ക് നൽകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും രാഹുലിനെ സംബന്ധിച്ച് ഏറെ കുരുക്കാവുന്നതാണ് രഹസ്യമൊഴി എന്നതാണ് സാഹചര്യം. അതിൻ്റെ നീക്കങ്ങൾ സ്വാഭാവികമായും ഉണ്ടാവും.